ഗസ സിറ്റിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കെ സ്ഥിതി അത്യന്തം ആപൽക്കരമെന്ന UN. ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗം ബന്ധുക്കളെ അറിയിച്ചു. 9 കുട്ടികൾ ഉൾപ്പെടെ 59 പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലെ തടയാനൊരുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ നാവികസേന. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, വലിയ ആപൽക്കരമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇസ്രായേൽ അവസാന നിമിഷത്തിലേക്ക് കടുത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഭക്ഷണത്തിനടക്കം വലിയ ദാരിദ്ര്യം നേരിടുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ഈ നടപടി ബന്ദികൾക്ക് തന്നെ ദോഷകരമാകുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. UN കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയെന്ന് അറിയുന്നു. നിലവിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഇസ്രായേൽ? എന്താണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം? സുഹൈൽ, ഗസ സിറ്റി പിടിക്കാനുള്ള ശ്രമം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്തത് ഇസ്രായേൽ ഗസ സിറ്റിയിലെ മുഴുവൻ പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളും ഒന്നൊന്നായി നിരപ്പാക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഗസ ടവർ എന്നറിയപ്പെടുന്ന ബിൽഡിംഗ് വരെ തകർക്കുകയും അതിലൂടെ മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്താവുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. ഇനി ഗസ സിറ്റിയിൽ ഒരു മനുഷ്യനും അവശേഷിക്കരുത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഹമാസിന്റെ ശക്തി കേന്ദ്രം എന്നാരോപിച്ചുകൊണ്ടാണ് ഗസ സിറ്റിയെ ഇസ്രായേൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കൂട്ടക്കൊലയാണ് അരങ്ങേറുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ ഗസ സിറ്റിയിൽ മാത്രം 50-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 9 കുട്ടികളാണ്. അതേപോലെ തന്നെ ഭക്ഷണത്തിന് വരി നിന്ന 15 പേർ കൊല്ലപ്പെട്ടു. ഗസ സിറ്റിയിലേക്കുള്ള ഭക്ഷണവും മാനുഷിക സഹായവും പൂർണ്ണമായും ഇസ്രായേൽ തടയുന്നു. ഇത് വലിയൊരു കൂട്ടക്കൊലയിലേക്ക് തന്നെയാണ് നയിക്കുന്നത് എന്ന് UN മുന്നറിയിപ്പ് നൽകുകയാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് നരകവാതിൽ തുറക്കുകയാണ് എന്നുള്ളതാണ്. എന്തും സംഭവിക്കാം. അതേപോലെ തന്നെ വലിയ കൂട്ടക്കൊലകൾ, ഈ ഗസ യുദ്ധത്തിൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങൾക്ക്, കൂട്ടക്കൊലകൾക്ക് സാക്ഷ്യം വഹിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി വരും മണിക്കൂറുകളിൽ നടക്കാനിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ സൈനിക വിഭാഗം തന്നെ ഇതിന് എതിരായിരുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റ് ചേർന്നപ്പോൾ ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകണോ എന്നുള്ള കാര്യത്തിൽ പ്രതിരോധ തലവൻ IDF-ന്റെ മേധാവി ഇയാൽ സമീർ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫലസ്തീനികളെ കൊന്നൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇസ്രായേലിന്റെ ബന്ദികളായി ഹമാസിന്റെ കൈകളിലുള്ള ബന്ദികൾ, അവരുടെ ജീവൻ കൂടുതൽ അപകടത്തിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗം തന്നെ അവരുടെ ബന്ധുക്കളെ പോലും അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 2 ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു. അതിലും ഇക്കാര്യം തന്നെയാണ് അവർ പറയുന്നത്. ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ശ്രമം മുന്നോട്ട് പോയാൽ തങ്ങളുടെ സുഹൈൽ, നമുക്കറിയാം ഈ ഒരു ആക്രമണത്തിന്റെ തുടക്കത്തിൽ ഈ ബന്ദികളെ മോചിപ്പിക്കുക എന്നൊരു ലക്ഷ്യം ഇസ്രായേലിനുണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്കോ നീക്കങ്ങൾക്കോ ഇസ്രായേൽ തയ്യാറായത് ഹമാസുമായി. പക്ഷേ ഇപ്പോൾ ഗസ പിടിച്ചെടുക്കുക എന്നൊരു നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ നിലവിലുള്ള ബന്ദികളുടെ കാര്യത്തിൽ ഇസ്രായേലിന്റെ നിലപാട് എന്താണ്? അതായത് സ്വാഭാവികമായിട്ടും ഇത്ര വലിയ ആക്രമണം അഴിച്ചുവിടുമ്പോൾ അവിടെ ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല, ബന്ദി കൈമാറ്റത്തിന് സാധ്യതയില്ല. അപ്പോൾ ഇസ്രായേൽ ഈ ബന്ദികളുടെ ഒരു വിരുദ്ധ വികാരമൊക്കെ സർക്കാരിന് നേരെ ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് കണ്ണടച്ചുകൊണ്ട് ആ ബന്ദികളെ ഒരു പക്ഷേ ഭരണത്തിലേക്ക് വരെ തള്ളിവിടുന്ന ഒരു നിലപാടാണോ ഇസ്രായേൽ ഇപ്പോഴെടുക്കുന്നത്? തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് ബന്ദികളുടെ കാര്യം ഒരിക്കലും ഈ വിഷയത്തിൽ വരരുത് എന്ന നിലപാടായിരുന്നു. അതുകൊണ്ടായിരുന്നു ബന്ദികൾ എത്ര തന്നെ കൊല്ലപ്പെട്ടാലും ശരി, ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും നെതന്യാഹു ഈ ആശയമായി വച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം, നിരവധി ബന്ദികളെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തന്നെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ആക്രമണം തുടരുകയാണ്. ബന്ദികളായി അവിടെ ഉള്ള ആളുകളും അതേപോലെ തന്നെ അതിനുശേഷം രക്ഷപ്പെട്ട് ഹമാസ് വിട്ടയച്ച് ഇസ്രായേലിലെത്തിയ ബന്ദികളും അവർ പറഞ്ഞതാണ്, ഞങ്ങളുടെ മുകളിൽ ബോംബിട്ട് പലപ്പോഴും ഞങ്ങൾ കൊല്ലപ്പെടുമെന്ന് വിചാരിച്ചതും ഇസ്രായേൽ ബോംബിങ്ങിലായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബന്ദികൾ ഒരു വിഷയമേ ആയിരുന്നില്ല. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ അധികാരം നിലനിർത്തുക എന്നതിനപ്പുറം മറ്റു അജണ്ടകളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഹാരിസ് പുറത്തുവിട്ട ഒരു ലേഖനത്തിൽ പറയുന്നത്, കഴിഞ്ഞ 700 ദിവസമായി തുടരുന്ന ഈ യുദ്ധം അത് നെതന്യാഹുവിന്റെ താല്പര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ എല്ലാ വീക്കെൻഡുകളിലും ശനിയാഴ്ചകളിലും
നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രകടനങ്ങളാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ 2 ബന്ദികളുടെ വീഡിയോ പുറത്തു വരികയും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം തന്നെ ഈ ഒരു വിവരം ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തതോടുകൂടി ജെറുസലേമും ടെല്ലവീവും അടക്കമുള്ള ഇസ്രായേലിന്റെ നഗരങ്ങൾ മുഴുവനും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ബന്ദികളുടെ ബന്ധുക്കൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കണം, അതേപോലെ തന്നെ ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനേക്കാൾ കൂടുതൽ ഇനി ജീവനോടുകൂടി അവശേഷിക്കുന്നു എന്ന് പറയുന്ന 20 ബന്ദികളുടെ ജീവൻ പുറത്തെത്തിക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നാണ്. പക്ഷെ അതിനെ മുഴുവൻ അവഗണിച്ചുകൊണ്ടാണ് നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. എന്ന് മാത്രമല്ല, നെതന്യാഹുവിന്റെ ഒരു പ്രസ്താവന ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് ഗസയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന ആളുകളെ പോലും ഈജിപ്ത് തടയുകയായിരുന്നു എന്നുള്ള ഒരു പ്രസ്താവന ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. ഗസയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഈജിപ്ത് അവിചാരിതമായും അതേപോലെ തന്നെ അശാസ്ത്രീയമായും തടഞ്ഞു എന്നുള്ള ഒരു പ്രസ്താവന. അതിനെതിരെ ഇപ്പോൾ ഈജിപ്തും അതേപോലെ തന്നെ ഖത്തറും രംഗത്ത് വന്നിരിക്കുന്നു. എല്ലാ മധ്യസ്ഥ ശ്രമങ്ങളെയും തടയുന്ന തരത്തിലുള്ള പ്രസ്താവന ഇതാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് ഈജിപ്തും അതേപോലെ തന്നെ ഖത്തറും നടത്തുന്നത്. അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ US പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന വരുന്നു. എത്രയും പെട്ടെന്ന് ഒരു ബന്ദിമോചനം ഉണ്ടാകും എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായി നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ തരത്തിലുള്ള പ്രസ്താവനകൾ തുടരുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധം അതിന്റെ മൂർധന്യതയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗസ സിറ്റി പിടിക്കുകയും അതേപോലെ തന്നെ ഹമാസിനെ ഇല്ലാതാക്കുകയും ബന്ദികളെ മുഴുവനും അവർ തന്നെ മോചിപ്പിക്കുകയും ഇസ്രായേൽ തന്നെ മോചിപ്പിക്കുകയും ചെയ്താലല്ലാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടുമായിട്ടാണ് നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. ശരി, BK സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.